നമുക്കറിയാം തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ ഒപ്പം തന്നെ കാഴ്ച കാണാൻ വരുന്നവരൊക്കെ സൂ ഒഴിവാക്കാറില്ല എന്നുള്ളതാണ്. വിനോദത്തിനപ്പുറത്തേക്ക് ശാസ്ത്രബോധം കൂടി പകരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളുടെ പ്രദർശനം. ചേരയും നീർക്കോലിയും മുതൽ സാക്ഷാൽ അനക്കോണ്ട വരെയുണ്ട് ഈ കൂട്ടത്തിൽ. അത് കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന തിരുവനന്തപുരം മൃഗശാലയുടെ പ്രധാന ആകർഷണമാണ് അവിടുത്തെ റെപ്റ്റൈൽ പാർക്ക്. നാടൻ ചേര മുതൽ അനക്കോണ്ട വരെയുള്ള പാമ്പുകളും വിവിധയിനം ഉരകങ്ങളും ഇവിടെ സന്ദർശകർക്ക് കാണാൻ കഴിയും. വിനോദസഞ്ചാരികളായി തിരുവനന്തപുരത്തെത്തുന്നവർക്ക് മൃഗശാല കാണാതെ മടങ്ങാൻ തോന്നാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. മൃഗശാലയിൽ എത്തിയാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആകർഷണം പാമ്പുകളെയും മറ്റുരകങ്ങളെയും പ്രദർശിപ്പിച്ചിരിക്കുന്ന റെപ്റ്റൈൽ സെന്റർ തന്നെ. പാമ്പുകളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒന്നാന്തരം ഒരു റെറ്റിക്കുലേറ്റഡ് പൈത്തണയാണ്. കിടപ്പ് കണ്ടാൽ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ആളത്ര സാധുവൊന്നുമല്ല. മനുഷ്യരെ ഉടലോടെ വിഴുങ്ങാൻ ശേഷിയുള്ള അങ്ങനെ ചെയ്യുന്ന അപൂർവം പാമ്പുകളിലൊന്നാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്തോനേഷ്യയിൽ ഒരു സ്ത്രീയെ ഈ ഇനത്തിൽപ്പെട്ട പാമ്പുകളിലൊന്ന് വിഴുങ്ങിയത്. പിന്നെയുമുണ്ട് പെരുമ്പാമ്പും മൂർഖനും രാജവെമ്പാലയും ഗ്രീൻ അനക്കോണ്ടയും വരെയുള്ള VVIPകൾ. തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോൾ ഏതാണ്ട് 19ഓളം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളായിട്ടുള്ള രാജവെമ്പാല, സാധാരണ കോബ്ര, മൂർഖൻ മുതൽ അനാക്കോണ്ട വരെയുള്ള സ്പീഷീസ് നമുക്കിപ്പോൾ ട്രിവാൻഡ്രം മൃഗശാലയിലുണ്ട്. 2 അനാക്കോണ്ടകളാണ് ഇവിടെ ഉള്ളത്. 2 മെയിലാണ്, ഇപ്പോൾ ഉള്ളത് 2 മെയിലാണ്. യഥാർത്ഥത്തിലൂടെ 7ഓളം എണ്ണം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു രോഗാവസ്ഥ വന്നിട്ട് കുറേ എണ്ണം മരിച്ചു പോകാനുണ്ടായത്. ഇപ്പോൾ 2 എണ്ണം ബാക്കിയുള്ളത്. രാജവെമ്പാല നമുക്ക് 3 രാജവെമ്പാലയുണ്ട്. രാജവെമ്പാല നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് പൊതുവേ മറ്റ് സ്നേക്സിനെയാണ് ഇത് കഴിക്കുന്നത്. ഇതിനെ തീറ്റയായി നമ്മൾ കൊടുക്കുന്നത് ചേര. നമ്മുടെ നാട്ടിൽ സാധാരണ റാറ്റ് സ്നേക്ക് എന്ന് പറയുന്ന ചേരയാണ് രാജവെമ്പാലയ്ക്ക് തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ചേര അതുപോലെ ഡിസ്പ്ലേക്ക് നമ്മൾ ചേര ഇട്ടിട്ടുണ്ട്. പിന്നെ നോൺ വെനമസ് ആയിട്ടുള്ള ഒരുപാട് സ്നേക്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ വിഷപ്പാമ്പുകളെന്ന് കരുതി തല്ലിക്കൊല്ലുന്നത് വുൾഫ് സ്നേക്ക് പോലെയുള്ള വിഷമില്ലാത്ത ചെറിയ പാമ്പുകളെയാണ് തല്ലിക്കൊല്ലുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നോൺ വെനമസ് സ്നേക്സിന് ഒരുപാടെണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇടയ്ക്ക് വളരെ പ്രശസ്തമായിരുന്ന ഇരുതലമൂരി എന്ന് നമ്മൾ പറയാറുള്ള സാൻബോവ, അത് നമുക്ക് 2 സ്പീഷീസ് ഓഫ് സാൻബോവ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രം മൃഗശാലയിലുള്ള പാമ്പുകൾ. പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക, പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇതൊക്കെയാണ് മൃഗശാലകളിൽ പാമ്പിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ അനാക്കോണ്ടകൾ തന്നെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം നമുക്കിവിടെ ബ്രീഡിംഗ് പോസിബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ആകെ 2 മെയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് നമുക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് 1-2 ഫീമെയിൽസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. റെപ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ അത്രമാത്രമേ നമ്മളിപ്പോൾ ശ്രമമുള്ളൂ. ബാക്കി മറ്റ് പല മൃഗങ്ങളെയും കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ വിവിധ മൃഗശാലകളിലോട്ട് നടന്നു വരുന്നുണ്ട്. പൂച്ചക്കണ്ണനും നാഗത്താനും വില്ലൂന്നിയും ഒക്കെയാണ് നാട്ടുകാരായ അന്തേവാസികൾ. സ്ഥിരം തട്ടിക്കൊണ്ടുപോകലിനും കള്ളക്കടത്തിനും ഒക്കെ വിധേയരാകുന്ന നക്ഷത്രാമയും ഇരുതലമുരിയും മുതൽ പാമ്പുകളിലെ പാവങ്ങളായ കാട്ടുപാമ്പും നീർക്കോലിയും വരെയുണ്ട് കൂട്ടത്തിൽ. ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പക്ഷേ കൂടുതൽ പോസ്റ്റ് ചെയ്ത് സഹായിച്ചത് നമ്മുടെ ചേരസാറാണ്. പാമ്പുകളെയും ഉരകങ്ങളെയും കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളും അനാവശ്യമായ പേടിയുമൊക്കെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അടുത്തു നിന്ന് ആശങ്കയില്ലാതെ കാണാൻ സാധാരണ നമുക്ക് സാധിക്കാറുമില്ല. തിരുവനന്തപുരം മൃഗശാലയിലെ റെപ്റ്റൈൽ സെന്ററിന് വിനോദം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം നൽകുന്നതും ഇത്തരം പരിമിതികൾ തന്നെ. ചില്ലുകൂട്ടിൽ തൊട്ടടുത്ത് കാണുന്ന ഈ ജീവികൾ അത്ര പ്രശ്നക്കാരല്ലെന്നും കണ്ടാലുടൻ തല്ലിക്കൊല്ലേണ്ടവരല്ലെന്നുമുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതാണ് കണക്കുകൂട്ടൽ. പ്രദർശനശാലയിലെ തിരക്ക് കാണുമ്പോൾ അതൊരു പരിധിവരെ വിജയിച്ചെന്നും പറയാൻ കഴിയും. ജനം, തിരുവനന്തപുരം.